നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണല്ലേ. തിരഞ്ഞെടുപ്പ്, വികസനം, രാജ്യത്തിൻ്റെ പുരോഗതി, ഇതൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു നേതാവ്, പ്രത്യേകിച്ച് ഒരു MLA സംസാരിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? നാടിൻ്റെ വികസനത്തെക്കുറിച്ചല്ലേ? അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേട്ടാൽ ശരിക്കും നിങ്ങൾക്ക് ലജ്ജ തോന്നും. 2026 എത്തി നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഇത്രയും തരം താഴ്ന്ന ചിന്താഗതിയുള്ള ജനപ്രതിനിധികൾ ഉണ്ടോ എന്ന് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബംഗാളിനെ കുറിച്ചാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന ബംഗാൾ ഇന്ന് വാർത്തകളിൽ നിറയുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെയും വർഗീയതയുടെയും പേരിലാണ്. അവിടെ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ ഒരു ജനപ്രതിനിധി പരസ്യമായി ഒരു വെല്ലുവിളി മുഴക്കുകയാണ്. അതും നാടിനെ രണ്ടായി കീറി മുറിക്കാൻ പോകുന്ന തികച്ചും വർഗീയമായ ഒരു വെല്ലുവിളി. ബംഗാളിലെ AJUB MLA ആയ ഹുമയൂൺ കബീറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 100 കണക്കിന് മുസ്ലിങ്ങളുമായി ഞാൻ തെരുവിലിറങ്ങിയാൽ BJPയുടെ കൊടി പിടിക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ല. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, മതത്തെയും വർഗീയതയും കൂട്ടുപിടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അതിൻ്റെ പ്രവർത്തകരെയും പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹം. ഇതാണോ ഒരു നേതാവിന് ചേർന്ന പണി? വർഗീയത മാത്രം പറയാൻ വാതുറക്കുന്ന ഇവർക്ക് ഇതിൽ നിന്നും എന്താണ് കിട്ടുന്നത്? എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാകും. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ദേഷ്യവും പഴിചാരലുകളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതൊരിക്കലും വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. ഇവിടെയാണ് ബംഗാളിലെ BJPയുടെ പ്രസക്തി ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇത്തരം വർഗീയവാദികൾക്ക് മുന്നിൽ പതറുന്നവരല്ല തങ്ങളെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ വർഗീയ ഭീഷണിക്ക് BJPയുടെ കരുത്തനായ നേതാവ് സുവേന്ദു അധികാരി കൊടുത്ത ഒരു മാസ് മറുപടിയുണ്ട്. അക്ഷരാർത്ഥത്തിൽ ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മറുപടി. ഓർമ്മ വേണം, ഞാൻ മമതയല്ല എന്നായിരുന്നു സുവേന്ദു അധികാരിയുടെ ചുട്ട മറുപടി. ഇത് വെറുമൊരു വാക്കല്ല സുഹൃത്തുക്കളെ. വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന BJPയുടെ വജ്രായുധമാണ് ഈ വാക്കുകൾ. ഭീഷണിപ്പെടുത്തുന്നവർക്ക് മുന്നിൽ തല കുനിക്കുന്നവരല്ല BJP എന്ന് സുവേന്ദു അധികാരി കൃത്യമായി അടിവരയിട്ട് പറയുന്നു. എന്താണ് ശരിക്കും ബംഗാളിൽ നടക്കുന്നത്? എന്തിനാണ് വരാനിരിക്കുന്ന രജ്നഗർ ഉപതിരഞ്ഞെടുപ്പിന് മുമ്പ് ഹുമയൂൺ കബീർ ഈ വർഗീയ കാർഡ് ഇറക്കുന്നത്? സുവേന്ദു അധികാരി ഈ വിഷയത്തെ എങ്ങനെയാണ് പൊളിച്ചടുക്കിയത്? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യന്റെ ചരിത്രമാണ്. ഹുമയൂൺ കബീർ പണ്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. പിന്നീട് സ്വന്തമായി AJUB എന്ന പാർട്ടി ഉണ്ടാക്കി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവൻ ഇത്തരം വിവാദ പ്രസ്താവനകൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ബംഗാളിൽ ബാബറി മസ്ജിദ് പണിയുമെന്ന് പ്രഖ്യാപിച്ചതും അതിനായി ഫണ്ട് പിരിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി വികസന കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം വർഗീയ വികാരം ആളിക്കത്തിച്ച് വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണിത്. ഇതിനെയാണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിളിക്കേണ്ടത്? ഇദ്ദേഹം പറയുന്നത് 100 കണക്കിന് മുസ്ലിങ്ങളുമായി തെരുവിലിറങ്ങുമെന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊരു വെറും വാക്കല്ല, മറിച്ച് ഭയപ്പെടുത്തലാണ്. രജ്നഗർ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനും BJPയെ ഭയപ്പെടുത്തി ഒതുക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണിത്. വോട്ട് കിട്ടാൻ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് ബംഗാളിലെ ചില രാഷ്ട്രീയക്കാർ തരം താഴ്ന്നിരിക്കുന്നു എന്നതാണ് സത്യം. ഇവിടെയാണ് സുവേന്ദു അധികാരി എന്ന നേതാവിൻ്റെ കരുത്ത് മനസ്സിലാവുന്നത്. ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല BJP എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞാൻ മമതയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലൊരു വലിയ അർത്ഥമുണ്ട്. മമതയുടെ മുന്നിൽ ഇത്തരം വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാം, പക്ഷേ സുവേന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള BJPക്ക് മുന്നിൽ അതിന് കഴിയില്ല. നിയമസഭയിൽ BJP MLA മാർ ഈ വിഷയം ക്രമപ്രശ്നമായി ഉന്നയിച്ചു. ബംഗാളിൽ നിയമവാഴ്ച തിരിച്ചുകൊണ്ടുവരാൻ സുവേന്ദു അധികാരി കാണിക്കുന്ന ഈ നിശ്ചയദാർഢ്യം BJPയുടെ കരുത്താണ്. BJPയെ വിമർശിക്കാൻ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന മമത ഹുമയൂൺ കബീറിന്റെ ഈ വർഗീയ വിഷയം ഇനി കണ്ടില്ലെന്ന് നടിക്കും. ഇത് ജനങ്ങളെ ബോധപൂർവം വിഭജിക്കാനുള്ള ശ്രമമാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം വ്യക്തമാണ്, സുവേന്ദു അധികാരിയും BJPയും മുന്നോട്ട് വെക്കുന്നത് ഏവർക്കും വികസനം എന്നതാണ്, അല്ലാതെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കലല്ല. സുവേന്ദു അധികാരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവർ ഒരു കാര്യം മറന്നു. ഭാരതത്തിന്റെ ദേശീയതയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന വലിയൊരു ശക്തിയാണ്
ഇന്ന് BJP എന്ന് പറയുന്നത്. ബംഗാളിനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ, ഇത്തരം വർഗീയവാദികളെ പാഠം പഠിപ്പിക്കാൻ BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ശക്തി ഇനി അവിടെ ഉണ്ടാവില്ല. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും അവകാശങ്ങൾ തുല്യമായി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. എന്നാൽ ഹുമയൂൺ കബീറിൻ്റെ ഈ പ്രസംഗം വെറും വർഗീയത മാത്രമല്ല, അത് ഭയപ്പെടുത്തലിൻ്റെ രാഷ്ട്രീയമാണ്. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ചിലപ്പോൾ പറയാതെ പറയുകയായിരിക്കാം അദ്ദേഹം. ഇത്രയും തരം താന്ന ചിന്താഗതി വെച്ചു പുലർത്തുന്നവർക്ക് എങ്ങനെയാണ് ജനപ്രതിനിധികളാകാൻ കഴിയുന്നത്? ഇത് വെറും ഒരു MLA-യുടെ വാക്കല്ല, മറിച്ച് മമതാ ബാനർജിയുടെ ഭരണത്തിൽ അന്ന് തഴച്ചു വളർന്ന ഒരു പ്രത്യേക സംസ്കാരമാണെന്ന് പറയാം. സുവേന്ദു അധികാരി ഇതിനെതിരെ സംസാരിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടല്ല, മറിച്ച് ബംഗാളിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ ഒരു യഥാർത്ഥ ദേശസ്നേഹി എന്ന നിലയിലാണ്. BJP ഇന്ന് ബംഗാളിൽ ഒരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു. ആളുകൾക്ക് മാറ്റം വേണം. അവർക്ക് വേണ്ടത് മതപരമായ ഭീഷണികളല്ല, മറിച്ച് സാമ്പത്തിക വളർച്ചയും സുരക്ഷയുമാണ്. സുവേന്ദു അധികാരി ഒരു നല്ല കരുത്തുറ്റ നേതാവാണ്. അദ്ദേഹത്തിന് മമതയുടെ കുതന്ത്രങ്ങൾ നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ മമതയല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചത്. BJP അധികാരത്തിൽ വന്നതു മുതൽ മമതയുടെ ഈ വർഗീയ കളികൾക്ക് അവസാനം ഉണ്ടാകും. ഇനി സുവേന്ദു അധികാരിയുടെ ഓരോ പ്രസംഗവും ബംഗാളിലെ ജനങ്ങളിൽ വലിയ ആവേശവും സൃഷ്ടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് വിറളി പൂണ്ടാണ് ഇത്തരം ഭീഷണികൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സുഹൃത്തുക്കളെ, ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു സാധാരണക്കാരനാണ്. നിങ്ങളുടെ നാട്ടിൽ ഒരു MLA വന്ന് ഞാൻ എൻ്റെ വിഭാഗവുമായി ഇറങ്ങിയാൽ നിങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പേടിച്ച് മാറി നിൽക്കുമോ? അതോ സുവേന്ദു അധികാരിയെ പോലെ തിരിച്ചടിക്കുമോ? ഇതൊരു ചോദ്യമാണ്. ഇന്ന് ബംഗാളിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള വെറും ഒരു പോരാട്ടമല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാനുള്ള ഒരു നിർണായക യുദ്ധം കൂടിയാണ്. ഒരു MLA എന്ന നിലയിൽ ഉത്തരവാദിത്തം മറന്ന് വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതി ജനാധിപത്യത്തിന് തന്നെ അപമാനമല്ലേ? ഇവിടെയാണ് സുവേന്ദു അധികാരിയെ പോലൊരു നേതാവിന്റെ പ്രസക്തി തെളിയുന്നത്. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഞാൻ മമതാ ബാനർജി അല്ല എന്ന് തുറന്നു പറഞ്ഞ് വർഗീയതയെ നേരിടുന്ന BJPയുടെ ആർജവം ബംഗാളിലെ ഓരോ സാധാരണക്കാരനും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. രാജ്യവിരുദ്ധ ശക്തികൾക്ക് മുന്നിൽ BJP ഒരിക്കലും തലകുനിക്കില്ല. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ വെറും വാർത്തകളല്ല, അത് ജനാധിപത്യം നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വർഗീയത പറഞ്ഞ് വോട്ട് നേടാമെന്ന് കരുതിയവർക്ക് മറുപടി നൽകേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ കടുത്ത നടപടി വേണ്ടതില്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.